അന്ന് അവർ പ്രഖ്യാപിച്ച 5G 5 ശത്രുക്കളെയാണ് പ്രഖ്യാപിച്ചത്. മിഷണറിമാർ അതിനകത്തുണ്ട്. എത്രമാത്രമാണ് വൈരം, വെറുപ്പ് പടരുന്നത്? ഇത് ബോധപൂർവം പടർത്തുന്നതാണ്. സംഘപരിവാറിൻ്റെ സംഘടനകൾ എന്ത് ചെയ്യുമെന്നുള്ള ഭയം അവർക്കുണ്ട്. അവരെന്തെങ്കിലും ക്രൈസ്തവ പേരുകളോ ക്രൈസ്തവ ചില അടയാളങ്ങളോ ധരിച്ചാൽ, പരസ്യമായ ആഘോഷം നടത്തിയാൽ, ഏത് നേരത്തെ ആക്രമണം സന്യാസ വേഷമുള്ള രണ്ടുപേരെ കണ്ടാൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കൊക്കെ അറിയാം. കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാന്മാരും ഒരു തരത്തിലുള്ള പക്ഷഭേദവുമില്ല. എല്ലാവരെയും സഹോദരൻ പോലെ സഹോദരിമാരെ പോലെ പരിഗണിക്കുന്ന ഒരു നാടാണ്. ആ കാഴ്ചപ്പാടൊന്നും ഇവിടെ നിങ്ങൾ കടന്നായില്ല. BJP ഭരിക്കുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുണ്ട്. അവർ തല്ലിക്കൊന്നാലും ഞെട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തും. തവളയെ ചൂടുവെള്ളത്തിലിടുന്ന പണിയാണിത്. ഇവിടെ മുസ്ലിങ്ങൾ കണ്ടാൽ കൊള്ളരാത്തവരാണ്. എങ്ങനെയാണ് കൊള്ളരാത്തവരായി? നിരന്തരമായ പ്രൊപ്പഗാൻഡയിലൂടെ ഉണ്ടാക്കുന്നതാണ്. ജോർജ് സ്റ്റെയ്നർ എന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 3 Jews ഡിഫൈൻഡ് ഹ്യൂമാനിറ്റി. അത് 3 പേരാരാ? മോസസ്, ജീസസ്, മാർസ്. ആ മനുഷ്യൻ്റെ ദർശനം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ഈ ഭാരതം ഭരിക്കുന്നത് എന്നതാണ് നമ്മുടെ പ്രതിസന്ധി. കേരളത്തിൽ BJP വളരെ വിദഗ്ധമായൊരു പണി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ ആഠ്യന്മാരാക്കാമെന്നുള്ള ഒരു ഒരു വളങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആഠ്യന്മാരാണ്. നിങ്ങൾ ആഠ്യന്മാരാകുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ പേരെ അനാഠ്യന്മാരുണ്ട്. ലാറ്റിൻ കാത്തലിക്സ് അനാഠ്യന്മാരാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞങ്ങൾ ആഠ്യന്മാരായി. കാസ സംഘടന മുസ്ലിം വിരോധത്തിൻ്റെ സംഘടനയാണ്. മുസ്ലിങ്ങളോട് ഭയങ്കര വെറുപ്പാണ്. ആ വെറുപ്പും ആ വിദ്വേഷമെന്ന് ഞാൻ പറയില്ല, ആ കാഴ്ചപ്പാടും നിരന്തരമായി ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ഫാദർ പോൾ തേലക്കാട്ടാണ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. സ്വാഗതം. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു അഭിമുഖത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീമാർ അറസ്റ്റിലായിരിക്കുകയാണ്. മനുഷ്യക്കടത്തും മതപരിവർത്തന നിരോധന നിയമം അടക്കമുള്ള കാര്യങ്ങളാണ് അവർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞൊരു 10 വർഷത്തെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ പല ക്രിസ്ത്യൻ ഫോറങ്ങളും ആ ഡാറ്റ പുറത്തുവിട്ടിട്ടുണ്ട്. 2024 മാത്രം 834 അതിക്രമ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പലവിധ തട്ടിലുള്ള മനുഷ്യർക്കെതിരെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം ഒരു സംശയം തോന്നുക, ഒരു ഒറ്റ ദിവസത്തെ എസ്പെഷ്യലി കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ ഉണ്ടാവുന്ന ചില വാർത്തകൾ, അതും മലയാളികളിലാണ് ആക്രമിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് രാജ്യത്തെമ്പാടും ഇതൊരു ഷോക്ക് വാല്യൂ ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ഈവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ പോലും ആകെ ഞെട്ടിത്തരിച്ച് എല്ലാവരും ഒന്നിച്ചിറങ്ങി ഇതിനെതിരെ ഇത്തരം അതിക്രമ സംഭവങ്ങൾ തടയാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ഫാദറിന് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ ഒരു നമ്മളൊരു ബ്ലൈൻഡായി വെക്കുന്നത്? മാഡം അന്ന, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു മരവിപ്പാണ്. പൊതുജനങ്ങളുടെ ചിന്താരാഹിത്യമാണ്. നമ്മൾ ജർമ്മനിയിലേക്കൊന്ന് തിരിച്ചു പോകണം. 2ാം ലോകയുദ്ധത്തിന് കാരണമായത് നാസിസമാണ്. ആ നാസികൾ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി യൂതരെ പീഡിപ്പിച്ചപ്പോൾ ആ നാട്ടിൽ ആളുകളുണ്ടായിരുന്നില്ലേ? നാസികൾ ഡേവിഡിൻ്റെ സ്റ്റാർ ധരിച്ച് പുറത്ത് നടക്കണമെന്ന് നിയമം ഉണ്ടാക്കിയപ്പോൾ ഒരു ജർമ്മൻകാരും എതിർത്തില്ല, ഒരു പ്രകടനം ഉണ്ടായില്ല, ഒരു അനക്കം ഉണ്ടായില്ല. എല്ലാവരും അതൊക്കെ ശരി, ഇത് എന്നെ ബാധിക്കുന്നില്ല, കാരണം ഈ യഹൂദരെ ബാധിക്കുന്നതല്ലേ. അതുപോലെ ഒരു തോട്ട്ലെസ്നെസ്, ചിന്താരാഹിത്യം സാർവത്രികമായി വ്യാപിച്ചതാണ്. അവിടെയാണ് ഈ ഭീകരമായ പ്രവർത്തനം ഉണ്ടായത്. അതിൻ്റെ ഒരു തുടക്കം അല്ലേ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു സിമ്പിൾ കാര്യങ്ങൾ. 2 കന്യാസ്ത്രീകളെ ജാർഖണ്ഡിലെ ഒരു ദുർഗ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലാണ് 3 പെൺകുട്ടികൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു. അവരൊരു TTE വന്ന് കാണുക. അപ്പോൾ അവർക്ക് ടിക്കറ്റില്ല എന്നറിഞ്ഞ് TTE എന്താ ചെയ്ത്? ടിക്കറ്റ് ഉണ്ടാക്കുകയോ അന്വേഷിക്കുകയോ അതിന് ശിക്ഷാളവ് എടുക്കുകയോ ചെയ്യല്ല. അത് സംഘപരിവാറിൽപ്പെട്ട ഒരു സംഘടനയെ വിളിച്ചറിയിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു TTE എന്ന ഉദ്യോഗസ്ഥൻ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ചെയ്തത്. അത് ആ ചെയ്ത ആൾ വെറുതെ ചെയ്തതല്ല, അയാൾക്കറിയാം അതിൻ്റെയൊക്കെ ബന്ധം എന്താണ്. അങ്ങനെ ഒരു സംഘടിതമായ ഒരു ശ്രമമാണിത്. അതിനകത്ത് പോലീസുണ്ട്, റെയിൽവേ ജോലിക്കാരുണ്ട്, പോലീസ് എല്ലാവരും ഉണ്ട്. അതിൽ അങ്ങനെ ഒരു 2 കന്യാസ്ത്രീകളെ
സന്യാസ വേഷമുള്ള രണ്ടുപേരെ കണ്ടാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കൊക്കെ അറിയാം. അത് നമ്മളാരും വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 2014 ഇൻ്റർനാഷണൽ ഹിന്ദു കോൺഫറൻസ് ഡൽഹിയിൽ നടന്നത്. അന്ന് അവർ പ്രഖ്യാപിച്ച 5G 5 ശത്രുക്കളെയാണ് പ്രഖ്യാപിച്ചത്. അതിനകത്ത് മെക്കോളജിസ്റ്റ് എന്നത് ഇംഗ്ലീഷ് പറയുന്നവർ, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റ്, മാർക്സിസ്റ്റ്, മുസ്ലിംസ്, മിഷണറിമാർ അതിനകത്തുണ്ട്. അപ്പോൾ അവർ ആ ശത്രുവായി പ്രഖ്യാപിച്ചവരെ അവരോടുള്ള വൈരവും അക്രമവുമാണ് അഴിച്ചുവിടുന്നത്. അത് അഴിച്ചുവിടാൻ എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഇതാക്കി കൊടുക്കുന്നത് സർക്കാർ സംവിധാനമാണ്. അവരെല്ലാവരും അതിന് അനുകൂലമാണ്. അത് ചെയ്യാനായിട്ട് കുറേ ഗ്രൗണ്ട് ഫോഴ്സസ് ഉള്ളവർ, അതാണ് സംഘപരിവാറിൻ്റെ ഈ കൊടക്കീഴിലുള്ള എല്ലാ എല്ലാ സംഘടനകളും. അതാണ് അവിടെ. ഇത് ആവർത്തിച്ച് നടക്കുകയാണ്. ഒരു സ്ഥലത്തല്ല, BJP ഭരിക്കുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുണ്ട്. ആ സംഭവങ്ങളോട് പ്രതികരിക്കുമ്പോൾ ആദ്യം ഒന്നും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞെട്ട്, അത് കഴിയുമ്പോൾ ഞെട്ടലൊക്കെ മാറി അവർ തല്ലിക്കൊന്നാലും ഞെട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തും. അതാണ് അതിൻ്റെ ഈ തവളയെ ചൂടുവെള്ളത്തിലിടുന്ന പണിയാണിത്. ആദ്യം അല്പാൽപ്പം ചൂടായിക്കൊണ്ടിരിക്കുക. അത് തവള തെത്താലും തവള അറിയില്ല, ആരും അറിയില്ല. ഇതൊരു സംഘടിതമായ നടപടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭാരതത്തിന് ഏറ്റവും വിനാശകരമായി പോകുന്നത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ പറയുന്ന ആളുകൾ, ഈ സംഘപരിവാറും BJP രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് കേരളത്തിൽ പലരും ജീവിക്കുന്നത്. ക്രൈസ്തവരുണ്ട്, സഭയിലെ അധ്യക്ഷന്മാരൊക്കെ ഇതിനകത്തുണ്ട്. അത് ഒരു ഫാസിസ്റ്റ് മനോഭാവമാണ്. ആര്യമാരുടെ ഭരണമാണ്. ഞാൻ ഹിന്ദു മതത്തോട് വളരെയേറെ ആദരവുള്ളവനാണ്. അവരുടെ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. മഹാഭാരതവും രാമായണവും മനോഹരമായ ആത്മീയമായ കൃതികളാണതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് മനുസ്മൃതി എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ഇവരുടെ പ്രമാണം. അതിൻ്റെ അധിനിവേശമാണ്, അതിൻ്റെ ആധിപത്യമാണ് ഉണ്ടാക്കേണ്ടത്. ആ ആധിപത്യത്തിന് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും സമന്മാരാണോ? അവർ മിണ്ടില്ല. അല്ല, കാരണം പറയനായി ജനിച്ചവനാണ്, പുലയനായി ജനിച്ചവനാണ്. ബ്രാഹ്മണനായി ജനിച്ചവൻ. ബ്രാഹ്മണ്യം കർമ്മത്തിൻ്റെ ഫലമല്ല, ജന്മത്തിൻ്റെ ഫലമാണ്. ആ വിധത്തിൽ അവരൊക്കെ മേൽജാതി ആയതുകൊണ്ട് അവർക്ക് ഭരിക്കാനുള്ള ജന്മാവകാശമുണ്ട്. രാജാവായി ജനിച്ചവരാണവർ. ആ ആധിപത്യത്തിൻ്റെ മനോഭാവം ഇവിടെ ഭരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ അവർ തൽക്കാലത്തേക്കൊക്കെ ഒന്നും പറയില്ല, ചെയ്യില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന 2ാം ലോകയുദ്ധ കാലത്താണല്ലോ ഇവിടെ കോൺഗ്രസും ഗാന്ധിജിയൊക്കെ ഉണ്ട്. അവരാരും ഗാന്ധിജിയുടെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തവരല്ല, സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ചവരല്ല, ജർമ്മൻകാർ ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഇപ്പൊക്കെ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തെ വരെ ഉപയോഗിച്ചു. അതൊക്കെ വളർന്ന സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമാണ്. ഈ മാറ്റം എന്താണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ തോട്ട്ലെസ്നെസ്സാണ്, ചിന്തയില്ലായ്മയാണ്. അങ്ങേ വീട്ടിൽ നടക്കുന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ മനസ്സില്ലാത്തൊരു സമൂഹം. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക, എത്രമാത്രമാണ് വൈരം, വെറുപ്പ് പടരുന്നത്. ഇത് ബോധപൂർവം പടർത്തുന്നതാണ്. അത് നോർത്ത് ഇന്ത്യയാണ്, ക്രിസ്ത്യാനികളെ, മുസ്ലിം. ഇവിടെ മുസ്ലിങ്ങൾ കണ്ടാൽ കൊള്ളരാത്തവരാണ്. എങ്ങനെയാണ് കൊള്ളരാത്തവരായി? ഇത് ഇമേജും നിരന്തരമായ പ്രൊപ്പഗാൻഡയിലൂടെ ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ അവരെ ശത്രുക്കളായി മാറ്റുക. നമ്മൾ അങ്ങനെ ശത്രുക്കളുണ്ടോ? ഇവരൊക്കെ ശത്രുക്കളാണോ? ഇവരൊക്കെ നമ്മൾ പൗരന്മാരല്ലേ? പൗരന്മാരെ അംഗീകരിക്കുകയോ പുലയനെയും പറയനെയും ഉള്ളാടനെയും എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ രാജ്യത്താണ് നമ്മൾ. അവിടെ ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടന നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നുണ്ടോ? പറയാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഭരണഘടന ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഭരണഘടന അംഗീകരിക്കുന്നവരല്ല ഇത്. ഇതാണ് ഇതിൻ്റെ ഭാരതം നേടുന്ന വലിയ ജനാധിപത്യ പ്രതിസന്ധിയാണത്. ഇതൊരു വലതുപക്ഷ രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി വളരെ മൗലികവാദപരമായ ഏകാധിപത്യത്തിൻ്റെ, ബ്രാഹ്മണ്യത്തിൻ്റെ, ഏകാധിപത്യത്തിൻ്റെ ഒക്കെ ചിന്താഗതിയായി മാറുന്നുണ്ട്. ഇത് നമ്മൾ കേരളത്തിലേക്ക് മനസ്സിലാക്കുന്നില്ല.
ഉത്തരേന്ത്യയിൽ എന്താ നടക്കുന്നതെന്ന്, സംസ്ഥാനം എന്താ നടക്കുന്നതെന്ന്, അവിടെയൊക്കെ ചില മന്ത്രിമാർ പ്രസംഗിക്കുന്നത് കേട്ട എന്തൊരു വൈരമാണ് ഈ പ്രസംഗത്തിനൊക്കെ, എന്തൊരു ആധിപത്യമോഹമാണ്, എന്തൊരു വെറുപ്പാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാതെ ഇവിടെ ജീവിക്കാൻ തുടങ്ങുന്നതാണ് അപകടം. അതേപറ്റി ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് ഇപ്പം തന്നെ മലയാളി ആയിട്ടുള്ള 2 കന്യാസ്ത്രീകൾ അവിടെ അറസ്റ്റിലായതുകൊണ്ടാണ് ഇതൊരു വാർത്തയായിട്ട് പോലും നമുക്കിടയിൽ എത്തുന്നത്. പക്ഷേ അവിടെ തന്നെയുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മനുഷ്യർ, എസ്പെഷ്യലി വളരെ ദളിതരായിട്ടുള്ളവരോ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നായിട്ടുള്ളവരോ വർഷങ്ങളായിട്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഇവിടെയുള്ള കേരളത്തിലുള്ളവരോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരോ അറിയപ്പെടാതെ പോലും പോകുന്നില്ലേ? സഭ ഇപ്പൊ കുറച്ച് റിയാക്ഷൻസ് ഉണ്ടായില്ലേ? ക്രിസ്മസ് കാലത്തൊക്കെ ഈ അവിടുത്തെ നോർത്ത് ഇന്ത്യയിലും ഛത്തീസ്ഗഡിലും മറ്റു ബീഹാറിലും ഒക്കെയുള്ള ക്രൈസ്തവർ പേടിച്ചാണ് ജീവിക്കുന്നത്. അവരെ ഈ സംഘപരിവാറിൻ്റെ സംഘടനകൾ എന്ത് ചെയ്യുമെന്നുള്ള ഭയം അവർക്കുണ്ട്. അവരെന്തെങ്കിലും ക്രൈസ്തവ പേരുകളോ ക്രൈസ്തവ ചില അടയാളങ്ങളോ ധരിച്ചാൽ, പരസ്യമായ ആഘോഷം നടത്തിയാൽ ഏത് നേരത്ത് ആക്രമണം ഉണ്ടാകും. ആ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടിരുന്നുണ്ട്. ആ ഭയത്തിൻ്റെ അന്തരീക്ഷമാണ് അവരെ ഭരിക്കുന്നത്. അതിന് പുറത്തു കിടക്കാൻ അവർ കഴിയുന്നില്ല. ഇവിടെ ഏറ്റവും പ്രശ്നം ഈ കന്യാസ്ത്രീകളൊന്നും ഇവർക്ക് ഇത്രമാത്രം തൊട്ടുകൂടാത്തവരായത് അവരവിടെ ഈ ആദിവാസികളെയും അവശരെയും ഹരിജനങ്ങളെയും ഈ വെറുക്കപ്പെട്ടവരും പുറത്താക്കപ്പെട്ടവരുടെ ഇടയിൽ പോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് ഒരു ശക്തി പകർന്നു കൊടുക്കുന്നു, അവരെ വിമോചിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇവർക്കൊക്കെ ചൊളിപ്പിക്കുന്നത്. ഇതൊന്നും അവർക്ക് ആവശ്യമില്ല. അവരൊക്കെ ഭരിക്കാൻ കിട്ടുന്ന വെറും മാടുകളാണ്. അവരങ്ങനെ തന്നെ കൊണ്ടു നടക്കണം. അവരൊന്നും വിമോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായി മാറുന്നു എന്നുള്ളത്. ഞാൻ ഈ ജാതി സമ്പ്രദായം ആലോചിച്ച് നോക്കൂ. ഒരാൾ പുലയനായി ജനിച്ചാൽ അവൻ മരിച്ചാലും പുലയൻ്റെ അവസ്ഥ അവൻ മാറില്ല. അത് അവൻ എത്ര നന്നായി ജീവിച്ചാലും എത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്താലും ഇതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അതുണ്ടാക്കുന്ന ഇതാണ് മനുസ്മൃതിയാണ്. ഈ മനുസ്മൃതിയിലുള്ള വിശ്വാസവും അവരുടെ ആധിപത്യവും പുറത്താക്കാതെ ഈ നാടിന് സംരക്ഷണമുണ്ടോ രക്ഷയുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പം അത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കും അങ്ങനെ ഒരു ജാതിബോധത്തിന്റെ ഏതെങ്കിലും ഒരു ലെയർ നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാനുള്ള കാരണം അവിടെയുള്ള ഈ പറഞ്ഞ വളരെ താഴെത്തട്ടിലുള്ള ക്രിസ്ത്യൻസ് അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ മേ ബി മറ്റൊരു സംസ്ഥാനത്തായതുകൊണ്ടായിരിക്കാം മലയാളികളായിട്ടുള്ള ഈ കന്യാസ്ത്രീമാർക്ക് അവിടെ ഒരു നിയമപരമായിട്ട് അവരെ അറസ്റ്റിലായപ്പെട്ട സമയത്ത് ഇവിടെയുള്ള പല പുരോഹിത പ്രമുഖന്മാരും അതിനകത്തൊരു പ്രതികരണം നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള വിശ്വാസികൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പം ആ രീതിയിലുള്ള ഒരു പ്രതികരണം നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അതും എന്തുകൊണ്ടാണ്? ക്രിസ്ത്യൻസ് തന്നെയാണല്ലോ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയുള്ളവരും ക്രൈസ്തവരാണ്, മനുഷ്യരാണ്. മനുഷ്യനെ അറ്റാക്ക് ചെയ്യുമ്പോൾ, മനുഷ്യനെ ആക്രമിക്കുമ്പോൾ ജനാധിപത്യത്തെയാണ് ആക്രമിക്കുന്നത്. ജനാധിപത്യമാണ്, ഹ്യൂമൻ റൈറ്റ്സിനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. മനുഷ്യൻ ആരാണ്? അവൻ ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, വർഗം നോക്കിയല്ല, നിറം നോക്കിയല്ല മനുഷ്യനെ മാനിക്കേണ്ടത്. ഇതാണ് നമുക്ക് ഞാൻ ചെറിയ ഉദാഹരണം പറയും. ജോർജ് സ്റ്റെയ്നർ എന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം യഹൂദനാണ്. യൂറോപ്പിലുടനീളം അറിയപ്പെടുന്ന ലിറ്റററി ക്രിട്ടിക്കാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 3 Jews defined humanity. 3 times Jews. 3 പ്രാവശ്യം യഹൂദൻ മനുഷ്യൻ നിർവചിച്ചു എന്നാണ്. അതാണ് മനുഷ്യൻ നിർവചനമായി മാറുന്നത്. അതുണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് ഭാരതത്തിലുള്ളത്. അത് 3 പേരാരാ? മോസസ്, ജീസസ്, മാർസ്. ഈ 3 യഹൂദരാണ്. ഇവരുണ്ടാക്കുന്ന മനുഷ്യ ദർശനമുണ്ട്. മനുഷ്യനോട് ചെയ്യുന്നതാണ് ദൈവത്തോട് ചെയ്യുന്നത്. ദൈവത്തോളം മഹത്വമുള്ളവനായ മനുഷ്യൻ. ഈ കാഴ്ചപ്പാട് അവൻ്റെ ജാതിയല്ല, അവൻ്റെ മതമല്ല, അവൻ്റെ വർഗമല്ല, അവൻ്റെ നിറമല്ല, അവൻ്റെ ഭാഷയല്ല. ഇതിനേക്കാളെല്ലാം ഉപരിയായി മനുഷ്യരെല്ലാവരും ഒന്നാണ്. മനുഷ്യ സമൂഹത്തെ ഒന്നായി, ഹ്യൂമൻ ഫ്രട്ടേണിറ്റി, മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണാൻ കഴിയുകയും ആ മനുഷ്യത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി ഭാരതം മാറാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ഉണ്ടാക്കിയതാണ്. അതാണ് ഭരണഘടനയുടെ അടിസ്ഥാനം. ആ ഭരണഘടനയുടെ അടിസ്ഥാനപരം ഹ്യൂമനിസം, ആ മനുഷ്യൻ്റെ ദർശനം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ഈ ഭാരതം ഭരിക്കുന്നത് എന്നതാണ് നമ്മുടെ പ്രതിസന്ധി. ആ പ്രതിസന്ധി മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും.
ഇവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാനും ഒരു തരത്തിലുള്ള പക്ഷഭേദവുമില്ല. എല്ലാവരെയും സഹോദരന്മാരെയും സഹോദരിമാരെ പോലെ പരിഗണിക്കുന്ന ഒരു നാടാണ്. ആ കാഴ്ചപ്പാടൊന്നും ഇവിടെ ഞങ്ങൾ കടന്നായില്ല. ഇത് നമുക്ക് ഇല്ല എന്നുള്ള ബോധം നമുക്ക് പലർക്കും ഇല്ല. ഇതാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലുത്. മനുഷ്യരാണ് ഏറ്റവും വലുത്. ആ കാഴ്ചപ്പാടാണ് ക്രൈസ്തവ മതവും മുസ്ലിം മതവും ഒക്കെ ഉൾക്കൊള്ളുന്നത്. ആ കാഴ്ചപ്പാട് ഉണർത്താൻ ഇന്നത്തെ ഹിന്ദുത്വ തത്വശാസ്ത്രവും അതിൻ്റെ പ്രത്യയശാസ്ത്രവും അംഗീകരിക്കുന്നില്ല എന്നതാണ് മൗലികമായി ഭാരതം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ആദ്യം ഈ പറഞ്ഞതുപോലെ BJP അവരുടെ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ വളരെയധികം മുറുകെ പിടിച്ചിരിക്കുന്ന BJP അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ മോബ് ലിഞ്ചിങ് അടക്കമുള്ള പലതരത്തിലുള്ള ആക്ഷൻസ് കണ്ടു. അതിനുശേഷം പൗരത്വ ഭേദഗതി നിയമമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതിയൊക്കെ ആണെങ്കിലും ഒരു നിയമ സംവിധാനങ്ങളിലൂടെ തന്നെ ഒരു വിഭാഗത്തെ എങ്ങനെ പുറന്തള്ളാം അല്ലെങ്കിൽ അരികുകളിലേക്ക് മാറ്റി നിർത്താം എന്നുള്ളതിൻ്റെ പല എക്സ്ട്രീം വേർഷൻസും കണ്ടു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ അടുത്ത ഒരു ശത്രുവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരുപക്ഷെ ക്രിസ്ത്യൻ വിഭാഗമായിരിക്കാം എന്നുള്ളത്. അപ്പോ പക്ഷേ ഇപ്പൊ ഈ മുസ്ലിം പക്ഷെ അതേ സമയത്ത് തന്നെ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ഭിന്നത വരുത്താനുള്ള ഒരേ രീതിയിൽ ശത്രുക്കളായിട്ട് കാണുന്ന രണ്ടു പേർക്കിടയിൽ ഭിന്നത വരുത്താനുള്ള സംഘപരിവാർ നീക്കങ്ങൾ ഒരുപാട് നടന്നു. കേരളത്തിൽ അത് പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്തു. നമ്മൾ കാസ പോലുള്ള സംഘടന എങ്ങനെയുണ്ടായി ഇവിടെ? കാസ സംഘടന മുസ്ലിം വിരോധത്തിൻ്റെ സംഘടനയാണ്. മുസ്ലിങ്ങളോട് ഭയങ്കര വെറുപ്പാണ്. ആ വെറുപ്പും ആ വിദ്വേഷവും ഞാൻ പറയില്ല, ആ കാഴ്ചപ്പാടും നിരന്തരമായി ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. വൈദികരിലുണ്ടായിട്ടുണ്ടത്, മെത്രാന്മാരിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങൾ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചൊക്കെ പ്രസംഗം നടത്തിയത് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ട് ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. പണ്ട് ജർമ്മനിയിലുണ്ടായി ഇതാ എന്നെ ബാധിക്കില്ല, ഞാൻ ക്രിസ്ത്യാനിയല്ല, മാർക്സിസ്റ്റല്ല എന്ന് നിയമമുള്ള എഴുതിയ കവിതയുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. അന്വേഷിക്കാറുണ്ടാവില്ല. ഈ ഒരു പ്രശ്നം ഇത് മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. മുസ്ലിം മനുഷ്യനാണ്, ഹിന്ദു മനുഷ്യനാണ്, ക്രിസ്ത്യാനി മനുഷ്യനാണ്. ഇതൊന്നും ഇല്ലാത്ത നിരീശ്വരവാദിയും മനുഷ്യനാണ്. അവരോട് ഒരുപോലെ ഞാൻ വളരെ തമാശയായിട്ട് പറയുന്നതല്ല. യേശു പറഞ്ഞ ഉപയുണ്ട്, നല്ല സമരക്കാരന്. ആ മുറിവേറ്റ് കിടന്നവൻ അവൻ്റെ പേരില്ല, ഊരില്ല, ജാതിയില്ല, ഒന്നും പറയുന്നില്ല. ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് ചെയ്തപ്പോഴാണ് നീ ദൈവത്തിന് ചെയ്തത്, നീ മഹത്വമാനുള്ളവനാകുന്നത്. ഇതാണ് മൗലികമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഭാരതത്തിലില്ല. അതുണ്ടാകാൻ ശ്രമിക്കുന്ന ഒരു ചുറ്റുപാടില്ലാതെ ആവുന്നതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ ജനങ്ങൾക്ക് ചിന്തയുണ്ടാകണം, ജനങ്ങൾക്ക് ജാഗ്രത ഉണ്ടാകണം. മറ്റ് മനുഷ്യർക്ക് നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് എന്ത് പറ്റുന്നു എന്നുള്ള എന്നെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായാൽ പോരാ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയാകണം. ഞാനിവിടെ ഓർമ്മിക്കുന്നത് ഒരു പുസ്തകമാണ്. അന്ന ആർണറ്റ് എഴുതിയിട്ടുള്ള ഐക്യമാൻ ഇൻ ജെറൂസലം. 50 ലക്ഷം യഹൂദരെ കൊണ്ടുപോയി കൊടുത്ത് കൊല്ലിച്ചവനായിരുന്നു ഐക്യമാൻ. അയാളാണ് നാസികളിൽ രക്ഷപ്പെട്ട് ഒളിവ് പോയത്. 1961 അർജൻറ്റീനയിൽ വെച്ച് അവരെ മൊസാദ് പിടികൂടിയത്. അയാൾ ജെറൂസലമിൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് തൂക്കിക്കൊന്ന കഥയാണ് ആ പുസ്തകത്തിൽ എഴുതുന്നത്. അവരെ റിപ്പോർട്ട് ചെയ്യാൻ പോയവരാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ കോടതിയിൽ ചെന്ന് ഈ പ്രതിക്കൂട്ടിൽ നോക്കിയപ്പോൾ അവർ വിചാരിച്ചത് ഒരു സത്വമായി. 50 ലക്ഷം ആളുകളെ കൊല്ലിക്കൊണ്ട് അയാളല്ലേ ഭീകരമായി. അവർ പറയുന്നു, ഞാൻ അങ്ങനെയല്ല കണ്ടത്, ഒരു സാധാരണ മനുഷ്യനെയാണ് കണ്ടത്. എന്നിട്ടവർ പറഞ്ഞു, ഒരു സാധാരണ മനുഷ്യന് 50 ലക്ഷം ആളുകളെ കൊല്ലാൻ കഴിയുമോ? അവർ പറഞ്ഞു, കഴിയും. ഒറ്റ വ്യവസ്ഥയുള്ളൂ, ബി തോട്ട്ലെസ്, ചിന്താശൂന്യനാകുക. അവരിനെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ എൻ്റെ മുകളോട്ടുള്ള കയറ്റം മാത്രം ചിന്തിക്കുന്ന ആളുകൾ ആയാൽ ഇത് ആരുടെ ഇടത്തിൽ നടക്കുന്നു? അതാണ് അപ്പോൾ ഇയാൾ വിസ്തരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, താൻ എന്താ കാര്യം? ഞാൻ എല്ലാ നിയമങ്ങളും പാലിച്ചുള്ളൂ. ഇവിടെ പറയുന്ന ആളുകൾ റെയിൽവേ സ്റ്റേഷൻ കന്യാസ്ത്രീകൾ ഒറ്റിക്കൊടുത്തവനും പറയും, ഞാൻ നിയമം പാലിച്ചുള്ളൂ. എല്ലാവരും നിയമം പാലിക്കും, നിയമങ്ങൾ മാറപ്പെടും. ഇതാണ് നമ്മൾ നടക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാകുമെന്നും പറയുന്നില്ല. ഇതിലേക്കുള്ള ചവിട്ടുപടികൾ കയറുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ ആശങ്കകളും നമുക്കുണ്ടാകേണ്ടത്.
ഇതിനോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പം അച്ഛൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ നോർത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് അവിടെ എക്സാക്ട്ലി ഗ്രൗണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന മിഷണറീസ് ആണെങ്കിലും അവിടെ ഉള്ള മനുഷ്യരാണെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛനോട് നേരിട്ട് ആളുകൾ അനുഭവം പങ്കുവെച്ച് കാണില്ലേ? അങ്ങനെ അച്ഛൻ വളരെയധികം ഒരു മനസ്സിൽ ഓർക്കുന്ന സംഭവങ്ങൾ. പോലും ഒരു ജസ്റ്റിട്ട് വൈരം ജാർഖണ്ഡിലെ ഛത്തീസ്ഗഡിലെ ഒരു അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. അപ്പം അച്ഛനാണ് ന്യൂസൊക്കെ കൊടുത്തതെന്ന് അച്ഛനോട് പറഞ്ഞു. ഇവര് മിഷണറിമാർ, സന്യാസികൾ, അച്ഛന്മാർ ഇവരെ നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് ഞാൻ. അവിടെ നടക്കുന്നത് എന്താണെന്നറിയാം, അവർക്ക് പേടിച്ചിട്ട് ഇവരാരും ലോവായിട്ട് പുറത്തു നടക്കില്ല. സന്യാസികൾക്ക് പുറത്തു നടക്കാൻ പേടിയാണ്. ഒരു സ്ഥലത്ത് ഒരു പരസ്യമായ പരിപാടി നടത്താൻ ഭയന്നിരിക്കുകയാണ്. അവർ ഏത് സംഘടനയാണ് വന്ന് മെക്കെട്ടുകാരുടെ ബഹളം ഉണ്ടാക്കുന്നത്, ഒരു കാരണവും വേണ്ട, വെറുതെ പിടിച്ചു വെച്ച് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കോടതി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു വല്ലാത്ത കേസിനും കാര്യത്തിനും ഇപ്പോൾ കന്യാസികൾ വെറുതെ അവർ ഒരു 8 കുട്ടികളെ കൂട്ടിക്കൊണ്ടാൽ വന്നതാണ്. അപ്പോൾ അവർക്ക് എന്തെല്ലാം പ്രതിസന്ധികളായി. അവരും ആ കുട്ടികൾ ക്രിസ്ത്യാനികളായിരുന്നു, ഇവരാരും ബന്ധം ആ ക്രിസ്ത്യാനികളാകുന്ന ബന്ധമില്ല. ഇപ്പോൾ അവർ കൺവേർട്ട് ചെയ്തില്ല എന്ന് അവർ തെളിയിക്കണം. ഇതാണ് പ്രശ്നം. അവർ കോടതിയിൽ പോയി തെളിയിക്കേണ്ടി വരും. ഇവരെ കളകടത്താണ് ഇവിടെ കൊണ്ടു നടക്കാൻ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്കും കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്കും പഞ്ചാബിൽ നിന്ന് കേരളത്തിലേക്ക് ആളുകൾക്ക് വരാൻ പാടില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാകുകയും അങ്ങനെ പോയാൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ ജനങ്ങളുണ്ടാകണം. ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് വോട്ടിലൂടെയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് മൗലികവാദത്തിന് ഈ ആൾക്കൂട്ടങ്ങൾ പിന്നാലെ നടന്ന് വോട്ട് ചെയ്യുന്നത്? ട്രംപിന് വോട്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കൂ. ഈ വലതുപക്ഷ മൗലികവാദം വർദ്ധിക്കുകയാണ് ലോകത്തിലുടനീളം. അമേരിക്കയിൽ എന്താ പ്രശ്നം? വെള്ളക്കാർ മാത്രം മതി, അവർക്ക് ആധിപത്യം വേണം. അതിന് ട്രംപിനെ എലക്ട് ചെയ്തു. ഭാരതത്തിൽ എന്താ ആവശ്യം? ഇവിടുത്തെ പഴയ ബ്രാഹ്മണർക്കൊക്കെ അവകാശം അധികാരവും വേണം. അവർ ഇതിനൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറ്റുന്നത്? അവർക്ക് പറ്റുന്നത് ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ചിന്ത എന്താ? ശരിയും തെറ്റും വിവേചിക്കാനുള്ള കഴിവാണ് ചിന്ത. ഇത് കമ്പ്യൂട്ടിംഗ് അല്ല, കണക്കാക്കലല്ല. മനുഷ്യൻ്റെ മൂല്യം എന്താണെന്ന് കണക്കാക്കാൻ പണ്ട് ഈ അങ്കുലപ്പുഴുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്കുലപ്പുഴു എല്ലാം അളക്കുന്ന പുഴുവായിരുന്നു. അവസാനം നേരം ഇപ്പോൾ ഒരു കുയിൽ പുഴുവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചോളൂ, എൻ്റെ പാട്ടൊന്ന് അളന്നു തരാമെന്ന് ചോദിച്ചു. പാട്ട് അളക്കുക എന്നുള്ളത് അവൻ ആദ്യം കേൾക്കണേ. ഇതൊരു ചോദ്യമാണത്. പാട്ടിന് എന്താ അളവ്? നമ്മളെല്ലാം കമ്പ്യൂട്ടറിൻ്റെയും ടെക്നോളജിയുടെയും യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്താ? ഒരു കണക്കാക്കൽ. എല്ലാം കണക്കാക്കി ലാഭകരമാക്കി ചെയ്യുന്ന കച്ചവട മനസ്ഥിതി നമ്മെ ഭരിക്കുകയാണ്. നമ്മൾ മാർക്കറ്റിലാണ്. നമ്മുടെ ഹൃദയം മാർക്കറ്റിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാം എനിക്ക് ലാഭകരമാക്കുക, എനിക്ക് ഗുണകരമാക്കുക എന്ന ചിന്ത മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. മറിച്ച് അവരെന്ത് പറ്റുന്നു, അവനെന്ത് പറ്റുന്നു, ഇവൾക്കെന്ത് പറ്റുന്നു എന്നുള്ള ആകുലതയോ പരസ്പര ബന്ധമോ, എൻ്റെ അങ്ങേ വീട്ടിൽ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, എല്ലാം അവർക്ക് എന്താ പറ്റിയേ എന്ന് അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം അത് കുറഞ്ഞില്ലാതെ അതുണ്ടാക്കുന്ന കാവ്യമാണ്, അതുണ്ടാക്കുന്ന സാഹിത്യമാണ്, അതുണ്ടാക്കുന്ന ധർമ്മബോധമാണ്, അതുണ്ടാക്കുന്ന മതമാണ്. ഇവിടെയൊക്കെ അനുഷ്ഠാനങ്ങളിലും അതിലൊക്കെ ആണ് ആളുകൾക്ക് ഭ്രാന്തിളകുന്നത്. അതല്ല, അത് മൗലികമായി ധർമ്മബോധമാണ്. ധർമ്മബോധം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ഉള്ളിലുള്ളതാണ്. അതിൻ്റെ ശോഷണം കാര്യമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എല്ലാവരും ടെക്നോളജിയും മറന്നു നടക്കും. ടെക്നോളജി കണക്കാക്കലാണ്. ഈ കണക്കാക്കൽ ബുദ്ധിയാണ് നമ്മെ ഭരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം ഈ ഒരു നമ്മളുടെ ഉണ്ടാകുന്ന ഈ ഒരു മനുഷ്യത്വത്തിൻ്റെ ഇല്ലായ്മയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് പക്ഷെ ഇതിൻ്റെ ഒരു മേ ബി നമുക്ക് പ്രകടമായിട്ടുള്ള മാറ്റം നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഇപ്പോൾ ഒരു 2014 BJPക്ക് അധികാരത്തിലേറിയ ശേഷമായിരിക്കാം. അപ്പോൾ ഒരു അധികാരം ഒരു പർട്ടിക്കുലർ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം ഉണ്ടല്ലോ. ആദ്യം അത് അച്ഛനൊരു നിരീക്ഷണത്തിൽ ഈ ആളുകളിൽ ഈ പറയുന്നത് പോലെ അപരനെ പറ്റിയിട്ട് ചിന്തിക്കാതിരിക്കുക, അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു കരുതലുണ്ടാവുക. അതിൽ ഈ അധികാരം ലഭിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതെത്രത്തോളമാണ് സ്വാധീനിക്കുന്നത്? അതാണോ ഒരു മേജർ കോസായിട്ട് കാണുന്നത്? രണ്ടാം ലോകയുദ്ധത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. അവർ 2 കഥാപാത്രങ്ങളെ വിഷയമാക്കുന്നുണ്ട്. ഒന്ന് ഹിറ്റ്ലർ, 2 സ്റ്റാലിൻ.
ഇവർ തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? അവസാനത്തെ രണ്ടുപേരും വളരെ വലിയ ശത്രുക്കളായി തോന്നും. പക്ഷേ അവസാനം വരുമ്പോൾ രണ്ടുപേരും ഒരേ ജാതി ആളുകളാണ്, ഒരേ ടൈപ്പ് ആളുകളാണ്. അവരാണ് കൂട്ടക്കൊലകൾ നടത്തിയത്. ആധിപത്യത്തിന് വേണ്ടിയാണ്. രണ്ടാളും ചെയ്തതാണ് ആധിപത്യത്തിന് വേണ്ടി. കാമത്തിൻ്റെ അധികാരമാണ്. അധികാര കാമത്താൽ ഭരിക്കപ്പെടുന്നവരാണ്. ഇവിടേക്ക് ഉണ്ടാകുന്ന ഇതാണ്. ആധിപത്യത്തിൻ്റെ അഹങ്കാരം മൂത്താൽ ഇതൊക്കെ സംഭവിക്കാം. ഇവിടെയാണ് നമ്മൾ കേരളത്തിലും ചില ആളുകൾ ഈ എന്തിനാ BJPയും ഈ വർഗീയത പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ BJP വളരെ വിദഗ്ധമായ ഒരു പണി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ ആഠ്യന്മാരാക്കാമെന്നുള്ള ഒരു അംഗീകൃത ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആഠ്യന്മാരാണ്. നിങ്ങൾ ആഠ്യന്മാരാകുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ പേരെ അനാഠ്യന്മാരുണ്ട്. ലാറ്റിൻ കാത്തലിക്സ് അനാഠ്യന്മാരാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞങ്ങൾ ആഠ്യന്മാരായി. പണ്ട് സുറിയാനിക്കാർ രണ്ടലയിടും അല്ല മടക്കി കണ്ടെന്നാക്കും എന്നൊക്കെ പറയണ വഴിയാണ് ബ്രാഹ്മണൻ്റെ അവസ്ഥ കിട്ടി. ഇത് അഹങ്കരിക്കുന്നവർ കേരളത്തിലുണ്ട്. ഞങ്ങൾ വലിയ സുറിയാനിക്കാർ ആഠ്യ കുടുംബമാണ്, മാമോദിസ തോമാസ്ലിക മുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. ആഠ്യത ജന്മത്തിലല്ല, കർമ്മത്തിലാണ്. നീ ജനിക്കുന്നത് രാജാവായിട്ടല്ല. സാധാരണ എല്ലാ മനുഷ്യരും ഒരുപോലെ ജനിക്കും, എല്ലാവരും കുട്ടികളായിട്ട്. എന്നിട്ട് ജീവിതം കൊണ്ട് ആർജിച്ചെടുക്കുന്ന മഹത്വമാണ് ഒരുവൻ്റെ മഹത്വം. അത് അംഗീകരിക്കാൻ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം സമ്മതിക്കില്ല. അത് അംഗീകരിക്കാതിരിക്കുന്ന ഒരു മനോഭാവമാണ് ഈ ആഠ്യത പറയുന്ന ആളുകൾക്കുള്ളത്. എൻ്റെ ജന്മമാണ്, എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത്. ഞാൻ കുടുംബത്തിൽ ജനിച്ചതാണ്, മറ്റുള്ളവരൊക്കെ കുടുംബമില്ലാത്തവർക്ക് ജനിച്ചതാണ്. ഈ കാഴ്ചപ്പാട് നമ്മുടെ ഇടയിൽ വളരുന്നുണ്ട്. ആ കാഴ്ചപ്പാട് അനുസൃതമായി പോകുന്ന ചില നേതാക്കന്മാരുണ്ട്. അതൊക്കെ നമ്മുടെ പ്രതിസന്ധിയാണ്. ഇത് ഒരു എക്സെപ്ഷനൊന്നുമല്ല. ജർമ്മനിയിൽ ഓർക്കുക, നാസികളുടെ ഭരണകാലത്ത് വന്നപ്പോൾ 60,000 ലൂതറൻ അച്ഛന്മാർ ജർമ്മനിയിലുണ്ടായിരുന്നു. 60,000 അല്ല, 60% നാസികളായിരുന്നു. അത് ചിലപ്പോൾ ഇവിടെയും സംഭവിക്കാം. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ചില ആളുകളെ സൂചിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും സംഭവിക്കാവുന്നതാണ്. ഈ മൗലികമായ അധികാര കാമവും ഈ ആഠ്യന്മാരാണെന്ന് അംഗീകരിച്ചെടുക്കുന്ന ജ്വരവും ഒക്കെ ഉണ്ടാകാം. മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയണം. ഞാൻ ആരാണെന്ന്. എൻ്റെ ജന്മത്തിൻ്റെ മഹത്വമല്ല എനിക്ക് പറയാനുള്ളത്. എൻ്റെ കർമ്മത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ മൂല്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് പറയാനും അത് അംഗീകരിക്കാനും ആദരിക്കാനും ജീവിക്കാനും കഴിയുമ്പോഴാണ് മനുഷ്യൻ മഹാനാകുന്നത്. ആ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ ശോഷണമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒരു അല്ലെങ്കിൽ ഇപ്പം മനുഷ്യത്വം നമ്മൾ ഇനിയും ഉണ്ടായി വരേണ്ട, നമ്മളുടെ ഉള്ളിൽ ചിന്താരാഹിത്യത്തിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അച്ഛൻ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ കാണുന്നുണ്ടോ? ഞാൻ ശക്തമായ പ്രതീക്ഷയുടെ മനുഷ്യനാണ്. ഞാൻ ഫിലോസഫിയൊക്കെ പഠിക്കുന്ന ആളാണ്. അച്ഛനാണെങ്കിലും ഞാൻ ഒരു കാര്യം, ഹൈഡഗർ എന്ന ചിന്തകനുണ്ട്. അദ്ദേഹം ജർമ്മനിയിൽ ജീവിച്ച ആളാണ്. അയാൾ നാസി പാർട്ടി ചേർന്നയാളാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം എഴുതിയൊരു വാചകമുണ്ട്: ചിന്തയുടെ ഭക്തിയാണ് വിമർശനമെന്ന്. ചിന്തയുടെ ഭക്തിയാണ് വിമർശനം. എനിക്ക് തോന്നുന്നത് അത് വളരെ കറക്റ്റാണ്. ആ ചിന്തയുടെ ഭക്തി നമുക്കുണ്ടാകണം. മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാനും മനുഷ്യന് വേണ്ടി ചിലപ്പോൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും മനുഷ്യന് കഴിയണം. എൻ്റെ കൂട്ടത്തിൽ ഒരുവരെ കാണാനില്ലെങ്കിൽ അവനെവിടെയാണെന്ന് അന്വേഷിച്ച് പോകാൻ ഉള്ള മനസ്സുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ മഹത്വം അറിയും. ഈ മനുഷ്യത്വത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അതാണ് ഇവിടെ ശോഷിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. വിമർശന ബോധം ഉണ്ടാകണം. ആ വിമർശന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അലേർട്ടാകുന്നത്. ഞാൻ കൊച്ചു കാര്യം പറയാം. ഇപ്പോൾ BJPക്കാർ ഞാൻ പാർട്ടി പറയുന്ന ആളല്ല, രാഷ്ട്രീയം പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ഭയങ്കരമായി ഞങ്ങൾ ഒരു അഴിമതിയില്ല, ഒന്നുമില്ല. 2024 സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച്. എന്തായിരുന്നു അത്?
ഈ കമ്പനികൾ കറപ്ഷനെ ലീഗലൈസ് ചെയ്തതാണ്. കറപ്ഷൻ ലീഗലൈസ് ചെയ്തു. ഇതിവിടെ വേറെ ആരും ചെയ്തിട്ടില്ല. എത്ര കോടിയുടെ കറപ്ഷനായിരുന്നത്. നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. ഈ കമ്പനികളെ റെയ്ഡ് ചെയ്യും. ആ റെയ്ഡ് ചെയ്യുമ്പോൾ അത് രക്ഷപ്പെടാതെ ബോണ്ട് മേടിച്ച് 5, 6, 10, 100, 1000 കോടി കൊടുക്കുക, എല്ലാ പ്രശ്നവും തീരും. ഇത് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിയാണ്. അവിടെയാണ് കറപ്ഷൻ ലീഗലൈസ് ചെയ്ത് വേറൊരു പാർട്ടി ഭാരതത്തിലില്ല. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതൊന്നും തിരിച്ചറിയാതെ ജീവിക്കുമ്പോഴാണ് നമുക്കെല്ലാം പരമസുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ സുഖം ശാപ്പാട് കഴിയുന്ന സുഖം മാത്രമല്ല, ചന്തയിൽ പോലും ഇഷ്ടം പോലെ വാങ്ങിക്കുന്ന മാത്രമല്ല, നമ്മുടെ സുഖത്തിൽ അപരൻ്റെ സുഖവും ഉൾപ്പെടണം. എൻ്റെ സുഖം, ലെവീനാസ് എന്ന് പറയുന്ന യഹൂദ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അപരൻ്റെ മെറ്റീരിയൽ നീഡ്സിനെ കുറിച്ചുള്ള എൻ്റെ മെറ്റീരിയൽ നീഡ്സ്, അവൻ്റെ ആഹാരം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റു കാര്യം, വീട്, ഇതൊക്കെ എൻ്റെ ആത്മീയ പ്രശ്നങ്ങളാണ്. ഇതാണ് ധാർമ്മിക പ്രശ്നങ്ങളാണ്, എൻ്റെ ആത്മീയ പ്രശ്നങ്ങളാണ്. ഇതാണ് മനുഷ്യത്വം ഉണ്ടാകുന്ന സംസ്കാരം. യൂറോപ്പിനെ കുറിച്ച് എല്ലാവരും മഹത്തായ കാര്യങ്ങൾ പറയാറുണ്ട്. യൂറോപ്പിൻ്റെ സംസ്കാരത്തിൻ്റെ ഗുണം ഇതാണ്. അവിടെ സാമൂഹ്യ സുരക്ഷിതത്വമുണ്ട്. ഒരാളെ കാണാനില്ലെങ്കിൽ എന്താ കാണാനില്ലാതെ എന്ന് അന്വേഷിക്കുന്ന മനുഷ്യത്വം അവിടെയുണ്ട്. ആ മനുഷ്യത്വത്തിലേക്ക് വളരാനാണ് ഭാരതത്തിലുള്ളവർക്ക് ശ്രമിക്കേണ്ടത്. അത് എവിടെയെങ്കിലും തളരുമ്പോൾ, ശോഷണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിക്കാൻ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന ഭരണമാണ്. അതിൻ്റെ മാർഗം വർത്തമാനമാണ്. വളരെ വിദഗ്ധമായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ദ പൊളിറ്റിക്കൽ വേ ഈസ് എ വേ ഓഫ് ടോക്കിംഗ്. അത് അക്രമത്തിൻ്റെതാക്കുന്ന സംസ്കാരമില്ലാത്തവരും അടിമകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അക്രമത്തിൻ്റെ ആക്കാൻ പാടില്ല. അതല്ല അവിടെ മാറി. അത് അഭിപ്രായത്തിൻ്റെയാണ്. പാർലമെൻറ്റ്, അസംബ്ലി അതിനാണ്. അത് നാട്ടുകളിലെല്ലാം ഉണ്ടാവണം. പരസ്പരം സംസാരിക്കാൻ, മറ്റുള്ളവൻ്റെ വേദന എന്താണെന്നറിയാൻ, മറ്റുള്ളവൻ്റെ വിഷമം എന്താണെന്നറിയാൻ, എൻ്റെ അയൽക്കാരൻ്റെ വേദന ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. അവൻ്റെ ദുഃഖം, അവൻ്റെ വേദന, ഇത് ശ്രമിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അവനിലേക്ക് ഇറങ്ങിച്ചിട്ടുള്ള നല്ല മനസ്സുണ്ടാകുമ്പോഴാണ് മനുഷ്യത്വം വളരുന്നത്. ഹൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും നമ്മൾ, പൊക്കമല്ലാതെ ഔന്നത്യമാണ്. മനുഷ്യന് ഔന്നത്യം ഉണ്ടാകുന്നത് ധർമ്മത്തിലാണ്. ഭാരതം ധർമ്മത്തിൻ്റെ നാടാണ്. ഇവിടെ മനോഹരമായി ചൊല്ലുണ്ട്, അതിഥി ദേവോഭവ. അതിഥിയായി വരുന്നവൻ ആരാന്നില്ല, അവൻ അവരനാണ്. വല്ലപ്പോഴും കയറി വരുന്നവനാണ്. പേരില്ല, ഊരില്ല, അവനാണ് ദൈവം. അത് ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരമല്ല ഇന്ന് ഇവിടെ പ്രാബല്യത്തിൽ വരാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അധികാരത്തിലിരിക്കുന്ന ആളുകൾ അതല്ല പരത്തുന്നത്, വെറുപ്പാണ്. ആ വെറുപ്പിൻ്റെ സംസ്കാരം നമ്മെ നയിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കായിരിക്കില്ല, വല്ലാത്ത അടിമത്തത്തിലേക്കും ദുരന്തത്തിലേക്കുമായിരിക്കും. ഒറ്റ കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പം അച്ഛന് തന്നെ ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അറിയാമെന്ന് പറഞ്ഞു. അപ്പം അവിടെയുള്ള ഈ കന്യാസ്ത്രീകളാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവർ ഈ പേടിക്കിടയിലും അവർ ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പം അതിന് നൽകുന്ന ഒരു ഊർജം എന്താണെന്ന് ഒരു കോൺവെർസേഷൻ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടാവില്ലേ? ഒരു ഉദാഹരണം പറയാം. ഇത് ലോകപ്രസിദ്ധമാണ് കേരളത്തിലെ നേഴ്സുമാർ. കാരണം എവിടെ ചെന്നാലും നിഷ്പക്ഷമായി മനുഷ്യനെ സേവിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ല, ചടക്കമുണ്ട്, കൃത്യമായിട്ട് ചെയ്യും. ഈ നേഴ്സുമാരെ ഉണ്ടാക്കിയത് ആരാണ്? കേരളത്തിൽ. കേരളം പഴയത് തന്നെയല്ലേ. അത് കത്തോലിക്ക സഭയിലെ കന്യാസികളാണ്. നല്ല സ്ട്രിക്റ്റായിട്ട് എന്താണ് പരസ്നേഹം, എന്താണ് സേവനം എന്ന് പഠിപ്പിച്ച് കുട്ടികളെ പരിചയിച്ച ഒരു സംസ്കാരമുണ്ട്. അവരുണ്ടാക്കിയ ഒരു അത്ഭുതമാണത്. ഈ അത്ഭുതം ചെയ്യാൻ കന്യാസികൾക്കും കഴിയും, വൈദികർക്കും കഴിയും, മനുഷ്യർക്കും കഴിയും. മനുഷ്യന് കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. അതിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളുണ്ടായാലും അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ടാകും. നമ്മുടെ പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മുടെ വഴിയിൽ ഒരു തടസ്സമാകുന്നു എന്നുള്ളതല്ലാതെ വഴി മുടക്കാനാകാത്ത വിധത്തിൽ നമ്മൾ സംഘടിക്കണം, ശക്തരാകണം. നമുക്കൊരു പ്രതീക്ഷ വേണം, അതിൻ്റെ ഊർജ്ജം നമുക്കുണ്ടാകണം. ആ സംഘടിക്കുന്നതിലും ശക്തരാകുന്നതിലും ഉള്ള പ്രതീക്ഷയാണ്, ഒന്നിച്ചു നിൽക്കുന്നതിലുള്ള പ്രതീക്ഷയാണ് ഏറ്റവും വലിയ ബലം. നമ്മുടെ നാട് പരമയുടെ നാടാണ്, പ്ലൂരാലിറ്റി, വൈവിധ്യത്തിന്. ഈ വൈവിധ്യം ഭാഷയുടെ മാത്രമല്ല, വ്യക്തികൾ. എന്നെപ്പോലെ ഒരാൾ കേരളത്തിൽ ഇന്ത്യ ലോകത്തിലുണ്ടാവില്ല. ഞാൻ മാത്രമാണ്.
എനിക്ക് എൻ്റേതായ മൂല്യമുണ്ട്, എല്ലാവരും അതുപോലെയാണ്. അപ്പോൾ എല്ലാവരും ചേർന്നാലുണ്ടാകുന്ന ശക്തി വലുതാണ്. അതാണ് രാഷ്ട്രീയം. സാമൂഹ്യമായ ജീവിതത്തിൻ്റെ സംഘടന ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അവിടെ നിരാശപ്പെടുകയല്ല വേണ്ടത്, ശക്തമായി സംഘടിക്കാനും ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചു പ്രവർത്തിക്കാനും ഒന്നിച്ച് ശബ്ദിക്കാനും കഴിയുമ്പോൾ കാര്യങ്ങൾ മാറുക തന്നെ ചെയ്യും. അച്ഛൻ അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. അപ്പം അച്ഛൻ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ചിന്തിക്കുന്ന വിമർശിക്കുന്ന മനുഷ്യരായി മാറുക, മനുഷ്യത്വമുള്ളവരായി മാറുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയിൽ നമുക്ക് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ സംഘടിക്കണം, സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഭാഷയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ആ ഭാഷയിൽ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം റിപ്പോർട്ടറിനോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു.